അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആഴിമല ശിവക്ഷേത്രത്തിലാണ്. വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇപ്പോഴാണ് നമുക്ക് വരാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ശിവഭഗവാന്റെ ആ ഒരു എന്താ പറയുക കാരുണ്യം കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചു. ഇവിടെ വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അതിവിടെ വന്നാൽ തന്നെ നമുക്കറിയാം, വരുന്നവർക്ക് നേരിട്ട് വന്ന് അനുഭവിച്ചാലാണ് ആ ഒരു മഹത്വം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ശരിക്കും ആഴിമല ശിവക്ഷേത്രം പറയുന്നത് പുളിങ്കുടി ശിവക്ഷേത്രം എന്നാണ്. പക്ഷേ കൂടുതൽ അറിയപ്പെടുന്നത് ആഴിമല ശിവക്ഷേത്രം എന്നാണ്. ഈ ആഴിമല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴി എന്നാൽ കടലും മല എന്നാൽ കുന്നും. ഈ കടലിനോട് ചേർന്നുകൊണ്ടാണ് അങ്ങനെ ആഴിമല എന്ന് പറയാൻ കാരണം. രണ്ടാമത് ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ഈ ശിവഭഗവാന്റെ പ്രതിമ 56 അടി, അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമയാണിത്. ഗംഗാധരേശ്വരൻ എന്നാണ് ശിവപ്രതിമയ്ക്ക് ശരിക്കും പറയുന്നൊരു പേര്. അതുപോലെ തന്നെ 6 വർഷം എടുത്തു ഈ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട്. ഇവിടുത്തെ തന്നെ പ്രദേശവാസിയായ PS ദേവദത്ത് എന്ന യുവശില്പിയാണ്. പുള്ളിക്ക് 21 വയസ്സുള്ളൂ. അദ്ദേഹമാണ് ഈ ഒരു മനോഹര ശില്പം ചെയ്തേക്കുന്നത്. ഈ ശില്പത്തിൻ്റെ താഴെ തന്നെ നമുക്ക് ഒരു 3 നിലയായിട്ട് ശിവഭഗവാന്റെ 9 തരത്തിലുള്ള നൃത്തശില്പങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കൊത്തുപണികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രവേശനം ആരംഭിച്ചിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പയ്യെ തന്നെ ഓപ്പൺ ആവും. അപ്പോൾ ശരിക്കും ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കൂടി കയറണം, എന്നാലാണ് ആ ഒരു നമ്മുടെ ഒരു യാത്ര പൂർണ്ണമാവുള്ളൂ. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ഒരു 19-20 കിലോമീറ്റർ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട്. 5 മണി 5:15 വരെയാണ് ഈ പ്രതിമയിലേക്ക് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അവിടെ ബ്ലോക്കാവും. പിന്നെ അതിനുശേഷം 5 മണി കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് നട തുറക്കും. പിന്നെ ഇങ്ങോട്ട് പ്രവേശനമില്ല. അപ്പം നല്ലൊരു വിശാലമായ ആ ഒരു കടലും അതിനടുത്ത് തന്നെ ഭഗവാന്റെ ഈ പ്രതിമയും കൂടി കാണുന്നത് തന്നെ വല്ലാത്തൊരു തേജസ്സും ചൈതന്യം കൂടിയാണ്. പിന്നെ ഒരുപാട് യോഗികളും സന്യാസിമാരും ഭഗവാന്റെ ഈ കാണുന്ന ശില്പത്തിൻ്റെ താഴെ അവർ തപസ്സിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ് ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക ഐതിഹ്യങ്ങളുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ആഴിമല. പാണ്ഡവരുടെയും അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരുപാട് ഗുഹകളുണ്ട്. ആ ഗുഹകളാണെങ്കിലും ഇപ്പോൾ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പം അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. പിന്നെ ഈ കാണുന്ന ശില്പം നമുക്ക് അറിയാമല്ലോ, നമ്മുടെ പാലാഴി മദനം. അപ്പം ഭയങ്കര എന്താ പറയുക കൊത്തുപണികളും എല്ലാം അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. കൂടുതലും എല്ലാവരും ഈ ഒരു പ്രതിമ കാണാനാണ് കൂടുതലും വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി എന്താ പറയുക അന്തരീക്ഷം കൂടിയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ വരാൻ ശ്രമിക്കുക. കാരണം പറയാൻ ഒരുപാടുണ്ട്, വന്നനുഭവിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ എത്തത്തേന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭഗവാന്റെ ഈ ചൈതന്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾ വന്ന് നേരിട്ട് തന്നെ അനുഭവിക്കുക. ഓക്കെ. അതുപോലെ തന്നെ അമ്പലത്തേക്ക് എത്തുന്ന റൂട്ട് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് കാണുന്നവരെ ബൈ.